മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരമായി എത്തിയ നികിതയുടെ വിയോഗം ഏറെ ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത്. കരളിലും തലച്ചോറിലും വലിയളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമാണ് നികിത നയ്യാറിന്റെ ജീവനെടുത്തത്. 21 വയസ്സിനിടെ എല്ലാ പോരാട്ടങ്ങളിലും പുഞ്ചിരിയോടെ ജയിച്ചുവെന്ന നികിത ഒടുവിൽ ആ രോഗത്തിന് കീഴടങ്ങുകയായിരുന്നു. ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും സെയിന്റ് തെരാസസ് കോളേജിലെ മുൻ ചെയർപേഴ്സണുമായിരുന്നു നികിത നയ്യാർ. നേരത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നികിതയ്ക്ക് ആയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണമെന്നായിരുന്നു നികിതയുടെ ആഗ്രഹം. 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂകി ജയിച്ചുവെന്ന നികിതയുടെ അവസാന വാക്കുകളും ഇതായിരുന്നു. അവസാന ആഗ്രഹം പോലെ തന്നെ അവളുടെ കണ്ണുകൾ രണ്ടുപേർക്ക് കാഴ്ച നൽകും. BSc സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്ന നികിതയ്ക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. സംവിധായകൻ ഷാഫി വിട പറഞ്ഞ ദിവസം തന്നെയാണ് യാദൃശ്ചികമായി നികിതയുടെയും വേർപാട്. രോഗം ബാധിച്ചു കഴിഞ്ഞ് 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി. രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു കഴിഞ്ഞത്. കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ്. കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത്. ഒരു അപൂർവ ജനിതക വൈകല്യമാണ് വിൽസൺസ് ഡിസീസ്. ഈ അവസ്ഥ കരളിന്റെ പ്രവർത്തനം മോശമാക്കും. രോഗനിർണയം വൈകുന്നതാണ് മരണകാരണമാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.